وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إذا خلوت الدهر يوما فلا تقل خلوت ولكن قل علي رقيب، ولا تحسبن الله يغفل ساعة ولا أن ما تخفي عليه يغيب. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭക്തിയുള്ളവരായി ജീവിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും സർവ തൗഫീഖും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധിയുടെ മതമാണ് ഇസ്ലാം. മനുഷ്യന്റെ പവിത്രതയ്ക്ക്, അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന യാതൊരു നിലക്കുള്ള പ്രവർത്തനങ്ങളെയും ഇസ്ലാം അനുകൂലിക്കുന്നില്ല. തന്നെയുമല്ല, അത്തരം സർവ ദുഷ്പ്രവണതകളെയും ശക്തമായ നിലക്ക് വിരോധിക്കുകയും അവയിലേക്കുള്ള മാർഗങ്ങൾ പോലും അടച്ചുകളയുകയും ചെയ്യുകയാണ്. ശുദ്ധ പ്രകൃതിയുടെ ആ രൂപത്തിലുള്ള പ്രവർത്തനമാണ് സർവശക്തനായ അല്ലാഹു നടത്തിയിട്ടുള്ളത്. ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അശ്ലീലതകളും ആഭാസത്തരങ്ങളും വൃത്തികേടുകളും ദിനേനയെന്നോണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം മനുഷ്യനോട് എല്ലാ നീചവും നികൃഷ്ടവുമായ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്ന് പഠിപ്പിക്കുന്നു. നീചമായ പ്രവർത്തനങ്ങൾ ചെയ്യരുത് എന്ന് മാത്രമല്ല, അത്തരം പ്രവർത്തനങ്ങളോട് അടുക്കുക പോലും അരുത് എന്നതാണ് ഇസ്ലാമിന്റെ ശൈലി പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാവുന്നത്. വലാ തഖറബുൽ ഫവാഹിഷ്, ഫാഹിഷത്തുകളോട്, നീചവൃത്തികളോട് നിങ്ങൾ അടുക്കുക പോലും അരുത് എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ ശൈലി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെയും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ധാരാളക്കണക്കിന് വചനങ്ങളിലൂടെയും ഫാഹിഷത്തുകളുടെ മുന്നിൽ നിൽക്കുന്ന
അവിഹിത വേഴ്ചകളെയും അവിഹിത ബന്ധങ്ങളെയും വ്യഭിചാരങ്ങളെയും വളരെ കഠിനമായി വിമർശിക്കുകയും വിരോധിക്കുകയും അവയുടെ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. അല്ലാഹു അവന്റെ പ്രവാചകനെ അറിയിക്കുകയാണ്, പറയാൻ ജനങ്ങളോട്, ഖുൽ, നബിയെ പറയുക, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ലഹറ മിൻഹാ വമാ ബത്തൻ. എന്റെ റബ്ബ് വിരോധിച്ചിരിക്കുകയാണ്. എന്തിനെയാണ് വിരോധിച്ചിരിക്കുന്നത്? അൽ ഫവാഹിഷ, നീചമായ നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ എന്റെ നാഥൻ വിരോധിച്ചിരിക്കുന്നു. മാ ലഹറ മിൻഹാ വമാ ബത്തന, അതിൽ നിന്ന് വെളിവായതും അതുപോലെ തന്നെ പ്രത്യക്ഷമായതും പരോക്ഷമായതും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു നിഷിദ്ധമാക്കിയ നീചമായ പ്രവർത്തനങ്ങൾ, ധാരാളം കാര്യങ്ങളെ വിശുദ്ധ ഖുർആൻ ഫാഹിഷത്തായി പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഫാഹിഷത്തായി എപ്പോഴും ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അവിഹിത ബന്ധങ്ങളെയാണ്, അവിഹിത വേഴ്ചകളെയാണ്. ഇസ്ലാം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്ത ബന്ധങ്ങളെയാണ് ഇസ്ലാം ഫാഹിഷത്തായി കൊണ്ട് ചിത്രീകരിക്കുന്നത്. മനുഷ്യന്മാരുടെ സമൂഹത്തിൽ പരിശുദ്ധി നിലനിൽക്കാൻ വളർന്നു വരുന്ന തലമുറ നല്ല രൂപത്തിൽ വളരാൻ പടച്ചതമ്പുരാൻ മനുഷ്യരുടെ പ്രകൃതി കണ്ടറിഞ്ഞുകൊണ്ട് അനുവദിച്ചതാണ് വിവാഹം കഴിക്കുക എന്നത്. മനുഷ്യനിൽ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളതുപോലെ, ദാഹിക്കുമ്പോൾ ജലപാനത്തിന് താല്പര്യമുള്ളതുപോലെ, മനുഷ്യന്റെ മാനുഷികമായ പ്രകൃതിപരമായ ഒരു താല്പര്യമാണ് ഇഷ്ടപൂർത്തീകരണത്തിന് വേണ്ടി, തന്റെ കാമപൂർത്തീകരണത്തിന് വേണ്ടി ഇണ വേണം എന്നത്. അതില്ലാതെ മനുഷ്യന് സാധ്യമല്ല എന്ന് മനുഷ്യനെ പടച്ച അള്ളാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ മനുഷ്യരിൽ നിന്ന് തന്നെ അവൻ ഇണകളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് വലിയ ഒരു അനുഗ്രഹമായി അവനുണ്ടെന്നുള്ളതിന്റെ പ്രത്യക്ഷമായ അടയാളമായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സൂറത്തുർ റൂമിലൂടെ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അല്ലാഹുവിന്റെ മഹനീയമായ അത്ഭുത ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, അവൻ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത്. വജഅല ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾ അവളിലേക്ക് സമാധാനമടയാൻ വേണ്ടി, നിങ്ങൾക്ക് ശാന്തി ലഭിക്കാൻ വേണ്ടി. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അവൻ പ്രേമത്തെയും കാരുണ്യത്തെയും ഏറ്റവും വലിയ അഭിനിവേശവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നു. ഇതിലൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ മനുഷ്യന്റെ ആ ഒരു താല്പര്യത്തെ അല്ലാഹു മാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ, വിവാഹം കഴിക്കുവാൻ, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ, അതിലൂടെ സമൂഹത്തിനുണ്ടാകുന്ന വളർച്ചകൾ എല്ലാം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ വിവാഹ ബന്ധത്തിനപ്പുറം അവിഹിതമായ വേഴ്ചകളും അവിഹിതമായ ബന്ധങ്ങളെയും, വ്യഭിചാരം, സിന, ഫാഹിഷത്ത് എന്ന് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. വലാ തഖറബുസ് സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീലാ. നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല അള്ളാഹുവിന്റെ ശൈലി. നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുക പോലും അരുത്. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീലാ, തീർച്ചയായും അത് നീചമായ പ്രവർത്തനമാകുന്നു, മാർഗത്താൽ വളരെ ദുഷിച്ചുപോയ ഒരു സമ്പ്രദായവുമാകുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത്. അപ്പൊ ഖുർആനിന്റെ ആ ശൈലി, വലാ തഖറബുസ് സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്, ആ ഒരു ഫാഹിഷത്തിന്റെ പ്രചാരമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ലോകം അവസാനിക്കുന്നതിന്റെ മുമ്പ്
അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനം അനുസരിച്ച് ഇവിടെ പുലരുന്ന സംഗതികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് പറഞ്ഞത് ഇന്ന മിൻ അശ്റാത്തിസ് സാഅ അൻ യുർഫഅൽ ഇൽമു വയദ്ഹറൽ ജഹ്ലു വയഫ്ശുസ് സിനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനം എന്താണ് അവിടുന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന മിൻ അശ്റാത്തിസ് സാഅതി, അന്ത്യനാൾ എടുക്കുന്നതിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്, അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ ഉപാധികളിൽപ്പെട്ടതാണ് അൻ യുർഫഅൽ ഇൽമു, അറിവ് ഉയർത്തപ്പെടുക എന്നത്. അറിവ് ഉയർത്തപ്പെടുക എന്നത് എന്താണ് ഇവിടെ അൽ ഇൽമു കൊണ്ട് ഉദ്ദേശം? മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയാനും അവനെ ആരാധിക്കാനും അവൻ പഠിപ്പിച്ച കർമ്മങ്ങൾ അനുസരിച്ചുകൊണ്ട് അതേ വിശ്വാസത്തിലും ആചാരത്തിലുമായിക്കൊണ്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പാതയെ ഇത്തിബാ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള അറിവുണ്ടല്ലോ, ആ അറിവ് നേടിയെടുക്കുന്ന വിഷയത്തിൽ ആളുകൾക്ക് താല്പര്യം കുറയുമെന്നും അങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ ഈ ലോകത്ത് അറിവുള്ള പണ്ഡിതന്മാർ ഓരോന്നായിക്കൊണ്ട് മരിച്ചു തീരുമെന്നും പിന്നീട് സമൂഹത്തിൽ കൃത്യമായി ആ കാര്യഘട്ടത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായ ഇൽമുള്ള ആളുകളുടെ എണ്ണം ഇല്ലാതെയാകുമെന്നും അങ്ങനെ ഇൽമി ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടൽ അന്ത്യനാളെടുക്കുന്നതിന്റെ ലക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. രണ്ടാമത് അവിടുന്ന് പറയുന്നു വയദ്ഹറൽ ജഹ്ലു, അങ്ങനെ അജ്ഞതക്കാണ് പ്രചാരമുണ്ടാവുക. വയഫ്ശുസ് സിനാ, വ്യഭിചാരം പ്രചരിക്കുകയും ചെയ്യുന്നതാണ്. വ്യഭിചാരത്തിന് വലിയ പ്രചാരമുണ്ടാകുന്നൊരു കാലഘട്ടം. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു സമൂഹം ഉണ്ടായി തീരുക തന്നെ ചെയ്യും. യസ്തഹില്ലൂന, അവർ അനുവദനീയമാക്കിക്കൊണ്ടവർ പ്രഖ്യാപനം നടത്തുന്നു. അൽ ഹിറ, ഹിറ എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പദം കൊണ്ട് ഉദ്ദേശിച്ചത്. വ്യഭിചാരം അനുവദനീയമായി കാണുന്ന ഒരു സമൂഹം വരും. അതുപോലെ തന്നെ വൽ ഹരീറ, പട്ടുവസ്ത്രവും, വൽ ഖംറ, മദ്യവും, വൽ മആസിഫ, വാദ്യോപകരണങ്ങളും സംഗീതോപകരണങ്ങളും. ഇപ്പൊ വ്യഭിചാരവും അതുപോലെ തന്നെ പട്ടുവസ്ത്രങ്ങളും അതുപോലെ തന്നെ മദ്യപാനവും അതുപോലെ തന്നെ സംഗീതോപകരണങ്ങളുമെല്ലാം അനുവദനീയമാണെന്ന് പറഞ്ഞുകൊണ്ട് വേറെ പേരുകൾ ഇട്ടുകൊണ്ട് ഈ ദുഷിച്ച സമ്പ്രദായങ്ങൾക്കൊക്കെ ഓശാനമാടുന്ന, അവയ്ക്ക് പ്രചാരം നൽകുന്ന, അവയൊന്നും വിരോധമില്ലെന്ന അർത്ഥത്തിൽ സംസാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എന്റെ ഉമ്മത്തിൽ വരിക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ വ്യഭിചാരത്തിന്റെ പ്രചാരത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി എത്രത്തോളം പറയുന്നു? അന്ത്യനാൾ സംഭവിക്കുന്ന അവസരത്തിൽ ഇവിടെ ലാ തഖൂമുസ്സാഅ ഹത്താ യതസാഫദൂ ഫിത്ത്വരീഖി തസാഫുദൽ ഹമീർ. ഖുൽതു ഇന്ന ദാലിക ലകായിനുൻ യാ റസൂലല്ലാഹ് ഖാല നഅം ലയകൂനന്ന. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബി അടക്കമുള്ള ആളുകൾ ഇരിക്കുന്ന മജ്ലിസിൽ വെച്ച് റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകുകയാണ്, ലാ തഖൂമുസ്സാഅതു, അന്ത്യനാൾ സംഭവിക്കുന്നതല്ല, ഹത്താ യതസാഫദൂ ഫിത്ത്വരീഖി, വഴിയിൽ വെച്ച്. തസാഫദ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് പണ്ഡിതന്മാര് നൽകുന്ന വ്യാഖ്യാനം അത്തസാഫുദു അത്തഹാറുജു എന്നൊക്കെ മറ്റു ഹദീസിൽ കാണാം. എന്താണ് ഈ തഹാറുജും തസാഫുദും എന്നൊക്കെ പറഞ്ഞാൽ? അൻ യുജാമിഅ الرجال النساء بحضرة الناس كما تفعل الحمير. അൻ യുജാമിഅ الرجال, പുരുഷന്മാരെ അവിഹിതമായി വേഴ്ച നടത്തലാണ്. അന്നിസാഅ, പരസ്ത്രീകളുമായി, ബിഹദറത്തിന്നാസി, ആളുകൾ കാണേ, ആളുകളുള്ള സദസ്സിൽ വെച്ച് തന്നെ പരസ്യമായി ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടലാണ്. കമാ തഫ്അലുൽ ഹമീർ, കഴുതകൾ കണ്ടിട്ടില്ലേ, മൃഗങ്ങൾ കണ്ടിട്ടില്ലേ നടുറോട്ടിൽ ചീണ ചേരുന്നത്? അവക്ക് പരിസരബോധമില്ലല്ലോ, ആളുകൾ കാണുന്നുണ്ടെന്ന ചിന്തയില്ലല്ലോ, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന ബോധമില്ലല്ലോ, ആരുമായാണ് താൻ ബന്ധപ്പെടുന്നെന്ന ചിന്തയില്ലല്ലോ. അതെല്ലാം കഴുതക്കവിടെ പ്രശ്നമല്ലാത്ത സംഗതിയാണ്. അതേ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ലാ തഖൂമുസ്സാഅ,
അന്ത്യനാൾ സംഭവിക്കുന്നതല്ല. ഹത്താ യതസാഫദൂ ഫിത്തരീഖി തസാഫുദൽ ഹമീർ. കഴുതകൾ ഇണചേരും പോലെ വഴിയിൽ വെച്ച് പരസ്യമായി ഇണചേരുന്നൊരു കാലഘട്ടം വരാനിരിക്കുന്നു. ആ കാലഘട്ടം വന്നിട്ടല്ലാതെ ലോകത്തിന് അവസാനമില്ല. ഇതങ്ങ് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചുപോയി റസൂലുള്ളാഹിനോട്. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഇന്ന ദാലിക ലകായിനുൻ, അങ്ങനെ തന്നെ സംഭവിക്കുമോ നബിയേ? അങ്ങനെയൊക്കെ ചെയ്യാൻ മനുഷ്യന് കഴിയുമോ? അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുമോ നബിയേ? ഖാല റസൂലുള്ളാഹി പറയുന്നു, വഹി കിട്ടാതെ ദീന് സംസാരിക്കാത്ത റസൂലുള്ളാഹി പറയുന്നു, നഅം ലയകൂനന്ന, തീർച്ചയാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും, അങ്ങനെ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു. ഈ ലോകത്തിന്റെ അവസാനം സംഭവിക്കുന്നതിനെ സംബന്ധിച്ച്, ഈ അവസാന കാലഘട്ടത്തിൽ നടക്കാനിരിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി പറയുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ നമുക്ക് കാണാൻ സാധിക്കും. നവാസ് ഇബ്നു സംആൻ എന്ന സഹാബിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. ആ വിശാലമായ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം ഇങ്ങനെ, വയബ്ഖാ ശിറാറുന്നാസ് യതഹാറജൂന ഫീഹാ തഹാറുജൽ ഹുമുരി ഫഅലൈഹിം തഖൂമുസ് സാഅതു. ഇതേ ആശയം തന്നെയാണത്. ഈ അന്ത്യനാൾ സംഭവിക്കുമ്പോ ഈ ഭൂമിയിൽ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വാസമുള്ളവർ ജനങ്ങളും ഇല്ലാതെ പോകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമി പുറത്തുണ്ടാകാത്ത, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവനെ മാത്രം ഇലാഹായി കാണുന്ന ഒരാളുമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വെയിറ്റ് നഷ്ടപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അതിന്റെ ആശയത്തെ അങ്ങോട്ട് ഉയർത്തപ്പെട്ടുകൊണ്ട് വെറും ശിർക്ക് പ്രചരിക്കുന്ന ഒരു കാലഘട്ടം അങ്ങ് സംഭവിക്കുമ്പോ വളരെ മോശപ്പെട്ട ജനങ്ങളായിരിക്കുമെന്ന് ഈ ഭൂമി പുറത്തുണ്ടാവുക. ആ ജനത്തിന്റെ സ്വഭാവം കേൾക്കണോ? യതഹാറജൂന ഫീഹാ തഹാറുജൽ ഹുമുരി, കഴുതകൾ പരസ്യമായി ലൈംഗിക വീഴ്ച നടത്തും പോലെ ലൈംഗിക വീഴ്ച നടത്തുന്നവര് ഫഅലൈഹിം തഖൂമുസ് സാഅ, ആ ഒരു ദുസ്ഥിതിയിലേക്ക് ഈ ജനങ്ങൾ അങ്ങ് അധപ്പതിക്കുമ്പോ അവരിലാണ്, ആ മോശപ്പെട്ട ജനങ്ങളിലാണ് അന്ത്യനാൾ സംഭവിക്കുക, ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, എത്രയായി ഇതിന്റെ ഗൗരവം, ഇതിന്റെ പ്രചാരം എത്രത്തോളം എത്തും അന്ത്യനാളാകുമ്പോഴേക്ക്? അതിനുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ലോകം എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന് പറയുന്നു, ഈമാനുള്ള മനുഷ്യന്മാരോട് പറയുന്നു, വലാ തഖറബുസ് സിനാ, വ്യഭിചാരത്തോടടുക്കരുത്, ഇന്നഹു കാന ഫാഹിശത്തൻ വസാഅ സബീലാ, അത് ഏറ്റവും മോശപ്പെട്ട സംഗതിയാണ്. ആ പ്രയോഗം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നിങ്ങൾ വലാ തസ്നു, നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ലല്ലോ പറഞ്ഞത്. വ്യഭിചാരത്തിലേക്ക് അടുക്കാനുള്ള, വ്യഭിചാരം നിഷിദ്ധമാക്കിയ ഇസ്ലാം വ്യഭിചാരത്തിലേക്ക് അടുക്കാനുള്ള സർവ ഡോറുകളെയും കവാടങ്ങളെയും ഓരോന്നോരോന്നായി കൊട്ടിയടച്ചുകൊണ്ടാണ് ആ അവസാനം ചെന്നെത്തുന്ന അവസാനത്തെ പ്രവർത്തനത്തെ നിരോധിച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ ശക്തമായി അതിലേക്കുള്ള ഓരോ കവാടങ്ങളെയും അടച്ചു. അതുകൊണ്ട് മുസ്ലിമായ മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുകയാണ്, കുതിബ അല ബനി ആദം നസീബുഹു മിനസ് സിനാ മുദ്രികുൻ ദാലിക ലാ മഹാല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആദമിന്റെ പുത്രൻ അഥവാ മനുഷ്യൻ, വ്യഭിചാരത്തിന്റെ വിവിധ രൂപത്തിലുള്ള ഓഹരികൾ അവന്റെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വചനമാണത്. വ്യഭിചാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്ന സംഗതികൾ, വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന സംഗതികളെപ്പോലും വ്യഭിചാരമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഓഹരി നമ്മിൽ നിന്നില്ലാതിരിക്കാൻ വേണ്ട ശ്രമത്തിന് വേണ്ടി റസൂലുള്ളാഹി പറയുന്നു, അൽ ഐനാനി സിനാഹുമൻ നദറു, രണ്ട് കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാകുന്നു, അനാവശ്യത്തിലേക്കുള്ള നോട്ടമാകുന്നു. വല്ലുദനാനി സിനാഹുമൽ ഇസ്തിമാൾ, രണ്ട് കാതുകളുടെയും വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അവയുടെ വ്യഭിചാരം മൽ ഇസ്തിമാഉ, അശ്ലീലമായ കാര്യങ്ങൾ കേൾക്കലാണ്, അത് കേട്ടാസ്വദിക്കൽ വ്യഭിചാരമാണ്. വൽ ലിസാനു സിനാഹുൽ കലാം,
നാക്കിന്റെ വ്യഭിചാരമാണ് സംസാരിക്കൽ. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പറയൽ, അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് രസിക്കൽ. വൽ യദു സിനാഹൽ ബത്ഷു, കൈയിന്റെ വ്യഭിചാരം ഹറാമിനെ തൊടലാണ് അല്ലെങ്കിൽ പിടിക്കലാണ്. വരിജ്ലു സിനാഹൽ ഖുതാ, കാലുകളുടെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലുള്ള പാപങ്ങളായ ആ കാര്യങ്ങളിലേക്കുള്ള കാലടിപ്പാടുകൾ വെക്കൽ, ആ തെറ്റായ കാര്യത്തിലേക്ക് തന്റെ കാലുകളെ ചലിപ്പിക്കൽ, നടന്നുപോകൽ കാലിന്റെ വ്യഭിചാരമാണ്. വൽ ഖൽബു യഹ്വാ വയതമന്നാ, മനുഷ്യന്റെ മനസ്സ് ആഗ്രഹിക്കുകയും കൊതിക്കുകയും ഒക്കെ ചെയ്യുമ്പോ വയുസദ്ദിഖു ദാലികൽ ഫർജു ഔ യുകദ്ദിബുഹു, അവന്റെ ലൈംഗികാവയവം ഇവന്റെ ഇച്ഛയെ ഒന്നുകിൽ സാധൂകരിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിനെ നിഷേധിച്ച് തള്ളിക്കളയുന്നു. മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തയെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അങ്ങ് വിശദീകരിക്കുന്നത്. അപ്പൊ ഇസ്ലാം ഒരു ദിവസം അങ്ങ് പെട്ടെന്ന് നിങ്ങൾ വ്യഭിചരിച്ചു പോകരുത്, വ്യഭിചാരത്തിലേക്ക് അടുക്കരുതെന്ന് പറയുക മാത്രമല്ല, അടുക്കാനുള്ള കവാടങ്ങൾ ഏതൊക്കെയാണെന്ന് മനുഷ്യനെ പടച്ച റബ്ബിനറിയാം. ആ രൂപത്തിലുള്ള സർവ്വ പ്രവർത്തനങ്ങളെയും നിഷേധിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ ഇസ്ലാം എണ്ണിയത് കണ്ണിന്റെ വ്യഭിചാരമാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിൽ അല്ലാഹു തആല വളരെ വ്യക്തമായി മുഅ്മിനുകളായ പുരുഷന്മാരോടും മുഅ്മിനാത്തുകളായ സ്ത്രീകളോടും പറഞ്ഞല്ലോ, ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും, മുഅ്മിനീങ്ങളോട് പറഞ്ഞേക്കൂ നബിയേ, അവർ അവരുടെ കണ്ണുകളെ താഴ്ത്തട്ടെ. അത്തരത്തിൽ കണ്ണുകളെ താഴ്ത്തിക്കൊണ്ട് അതിലൂടെ അവരുടെ ലൈംഗികാവയവങ്ങളെ അവരെ കാത്തു സൂക്ഷിക്കട്ടെ. അതേ ആയത്ത് അവസാനിക്കുന്ന ഉടനെ പിന്നെ പറയുന്നു അല്ലാഹു തആല, വഖുല്ലിൽ മുഅ്മിനാത്ത് യഗ്ദുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദുന ഫുറൂജഹുന്ന, ആ ബഹുമാനപ്പെട്ട സ്ത്രീകളോടും അഥവാ ഈമാനുള്ള ഇസ്ലാമികമായ ബോധമുള്ള തഖ്വയുള്ള പെണ്ണുങ്ങളോടും പറഞ്ഞേക്കു നബിയേ, അയ്യഗ്ദുന വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ദുന മിൻ അബ്സാരിഹിന്ന, അവരുടെയും ദൃഷ്ടികൾ അവർ താഴ്ത്തണം, ഹറാമിലേക്ക് അവർ കണ്ണയക്കരുത്. വയഹ്ഫദുന ഫുറൂജഹുന്ന, അവരുടെ ലൈംഗികാവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കട്ടെ. നോട്ടമാണ് എല്ലാ രൂപത്തിലുള്ള ഫിത്നകളുടെയും ഹേതു എന്നാണ് പ്രവാചകന പറഞ്ഞതിന്റെ താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ഥലത്തേക്ക് ഒരു അന്യ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വരെ ഇസ്ലാം എന്താണ് പറഞ്ഞത്? ഓ വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ذلكم خير لكم لعلكم تذكرون فإن لم تجدوا فيها أحدا فلا تدخلوها حتى يؤذن لكم وإن قيل لكم ارجعوا فارجعوا هو أزكى لكم والله بما تعملون عليم. അല്ലാഹു പറയുന്നു, ഓ ഈമാനുള്ളവരെ, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീടുകളിലേക്ക് പ്രവേശിച്ചു പോകരുത്. ഹത്താ തസ്തഅനിസൂ, നിങ്ങളുടെ വരവിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകാതെ ഒന്ന് ചൈനക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ വരുന്നുണ്ടെന്ന രൂപത്തിലുള്ള അറിയിപ്പോ ഏതെങ്കിലും നിലക്കുള്ള ചലനങ്ങളിലൂടെ അക്കാര്യം നിങ്ങൾ അറിയിക്കണം. വതുസല്ലിമൂ അലാ അഹ്ലിഹാ, ആ കുടുംബത്തിലെ ആളുകൾക്ക് നിങ്ങൾ സലാം പറയുന്നത് വരെയും അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ ആരെ